പാറേത്തുമുകൾ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിളവെടുപ്പ് മഹോത്സവം ഓഗസ്റ്റ് 9 നടക്കും. സാധുജന സംരക്ഷണം ലക്ഷ്യമാക്കി പള്ളിയിലെ കുടുംബ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിലാണ് വിളവെടുപ്പ് മഹോത്സവം. വിവിധതരം ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ലേലവും ഇതോടൊപ്പം ഉണ്ടാകും. 1937 സ്ഥാപിതമായ നാൾ തൊട്ട് അനേകം വിശ്വാസികൾക്ക് അഭയവും ആശ്രയസ്ഥാനവുമായ കീഴളം പാറേത്തുമുകൾ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ദൈവമാതാവിന്റെ വാങ്ങിപ്പിനോടനുബന്ധിച്ച് വിളവെടുപ്പ് മഹോത്സവവും സംഘടിപ്പിക്കുന്നു. ശൂനോയ പെരുന്നാളും കൺവെൻഷനും ദേവാലയത്തിന്റെ നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. ഓഗസ്റ്റ് 9 മുതൽ 15 തീയതി വരെ നീളുന്ന പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കീഴളം പാറേത്തുമുകൾ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും സുവിശേഷ യോഗവും ഈ വരുന്ന ഓഗസ്റ്റ് മാസം 9 മുതൽ 15 തീയതി വരെ വളരെ വിപുലമായി പൂർവാധികം ഭംഗിയായി നടത്തപ്പെടുകയാണ്. അതിനോടൊപ്പം തന്നെ 1937 സ്ഥാപിതമായ പരിശുദ്ധ ദേവാലയത്തിലെ നവതി ആഘോഷങ്ങളുടെ തുടക്കം കൂടി ഈ വർഷം കുറിക്കുകയാണ്. പെരുന്നാളിന് മുന്നോടിയായിട്ട് ഓഗസ്റ്റ് മാസം 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ ഒരുക്ക യോഗങ്ങൾ നടത്തപ്പെട്ടു. 8 തീയതി ഈ വരുന്ന ശനിയാഴ്ച പെരുന്നാളിന് മുന്നോടിയായിട്ട് ദേശം ചുറ്റിയുള്ള രഥപ്രദക്ഷിണം നടത്തുകയാണ്. ഇടവക അതിർത്തിയിലൂടെ ഇടവകയിലെ എല്ലാ ആളുകളുടെയും ദേശം ചുറ്റിയുള്ള രഥപ്രദക്ഷിണം ഈ വരുന്ന 8 തീയതി ശനിയാഴ്ച വൈകിട്ട് നടത്തപ്പെടുന്നു. 9 തീയതി രാവിലെ മുതൽ പ്രധാന പെരുന്നാളിന്റെ ദിവസങ്ങളാണ്. 9 മുതൽ 15 വരെയുള്ള ദിവസങ്ങൾ പ്രധാന പെരുന്നാൾ ദിവസങ്ങളാണ്. തിരിച്ച് 9 തീയതി രാവിലെ ഇടവമുദ്രാപുരിത അഭിനന്ദ മാത്യൂസ് മോർ അഫ്രൈം തിരുമനസ്സുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് പെരുന്നാളിന് തുടക്കം കുറിക്കുകയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പെരുന്നാളിന്റെ കൊടി കയറ്റുന്നു. അതിനുശേഷം തെരേസ എന്ന് പറയുന്ന പ്രൊജക്ട് ഇടവകയുടെ ഏറ്റവും വലിയ ഒരു പ്രൊജക്റ്റാണ്. ഈ സമൂഹത്തിലെ അശരണരായ ആളുകളെ ചേർത്ത് പിടിക്കുവാനായിട്ട്, അവരെ കരുതുവാനായിട്ട് ഇടവകയിലെ എല്ലാ ഭവനങ്ങളിൽ നിന്നും, അത് കുടുംബ യൂണിറ്റുകൾ വഴി 7 കുടുംബ യൂണിറ്റുകൾ 7 സ്റ്റാളുകളായി തിരിച്ച് എല്ലാ ഭവനങ്ങളിൽ നിന്നും അവരവരാൽ കഴിയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കാർഷിക വിളവെടുപ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് അത് ലേലം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന തുക ഈ സമൂഹത്തിലെ അശരണരായ ആളുകളെ കരുതുവാനായിട്ട്, അവരെ ചേർത്ത് നിർത്തുവാനായിട്ട് തുക വിനിയോഗിച്ചു വരികയാണ്. സാധുജന സംരക്ഷണം ലക്ഷ്യമാക്കി പള്ളിയിലെ കുടുംബ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിലാണ് വിളവെടുപ്പ് മഹോത്സവം. വിവിധതരം ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ലേലവും ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കും. ഞായറാഴ്ച രാവിലെ പള്ളി അങ്കണത്തിൽ മാത്യൂസ് മോർ അഫ്രൈം മെത്രാപ്പോലീത്ത വിളവെടുപ്പ് മഹോത്സവം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് ചേരുന്ന സമ്മേളനത്തിൽ അങ്കമാലി ഭദ്രാസനത്തിന്റെ വലിയ മെത്രാപ്പോലീത്ത ഡോക്ടർ അബ്രഹാം മോർ സേവേറിയോസ് തിരുമേനി നവതി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. MLA മനോജ് മുത്തേടൻ, രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം മുബാസ് ഓടക്കാലി, രായമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോയി പൂണേലി, ബ്ലോക്ക് അംഗം എൽദോ മാത്യു, വാർഡ് അംഗങ്ങളായ ജെയിംസ് അരുൺ വർഗീസ്, എൽദോ KV, സജിത എൽദോ തുടങ്ങിയവർ പങ്കെടുക്കും. ഈ വർഷത്തെ വിളവെടുപ്പ് മഹോത്സവത്തിൽ നിന്നും ലഭിക്കുന്ന തുക ഇടവകയിലെ നിർധന കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിക്കാൻ വിനിയോഗിക്കും. നവതി 9 ദിന പരിപാടിയുടെ ഭാഗമായി അഖില മലങ്കര തലത്തിൽ ആരാധനാഗീത മത്സരം, മെഗാ മെഡിക്കൽ ക്യാമ്പ്, പാലിയേറ്റീവ് രോഗികളുടെ സംഗമം, സൺഡേ സ്കൂൾ സ്മാർട്ട് ക്ലാസ് റൂം എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പള്ളി വികാരി ഫാദർ ജോപോൾ വെള്ളാഞ്ഞിൽ, ട്രസ്റ്റിമാരായ കോരത് പോൾ, കേണൽ രാജു ജോർജ്, സെക്രട്ടറി KP ജോർജ്, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ഷെവലിയാർ PP ജേക്കബ്, നവതി പെരുന്നാൾ കൺവീനർ ഡോക്ടർ M കുര്യാക്കോസ്, പബ്ലിസിറ്റി കൺവീനർമാരായ ബിജു കുര്യാക്കോസ്, PY തോമസ്, കുടുംബ യൂണിറ്റ് കോർഡിനേറ്റർ എൽദോസ് AK തുടങ്ങിയവർ പങ്കെടുത്തു. പെരുന്നാളിന് മുന്നോടിയായി ഓഗസ്റ്റ് 8 തീയതി ദേശം ചുറ്റി രഥപ്രദർശനം ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 8 വർഷമായി അങ്ങനെ തന്നെ നടത്തപ്പെടുന്നു. ഇത് 9ാമത്തെ വർഷമാണ്. തെരേസയുടെ 9ാമത്തെ വർഷമാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വളരെ ഭംഗിയായി, പ്രത്യേകിച്ച് വയനാട് കെയർ പാക്കേജും ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ നൽകുവാനായിട്ട് സാധിച്ചു. ഏകദേശം 10 ലക്ഷം രൂപയോളം കഴിഞ്ഞ വർഷങ്ങളിൽ നൽകുവാനായിട്ട് സാധിച്ചു. ഈ വർഷവും പൂർവാധികം ഭംഗിയായി തന്നെ തെരേസ നടത്തുവാനും, ഈ വർഷത്തെ തെരേസയുടെ എമൗണ്ടിൽ നിന്ന്, തെരേസ വഴി കളക്ട് ചെയ്ത് ലഭിക്കുന്ന എമൗണ്ടിൽ നിന്ന് ഒരു കുടുംബത്തിന് നവതി സ്മാരകമായിട്ട് ഒരു ഭവനം നിർമ്മിച്ചു നൽകുവാനായിട്ട് പ്രത്യേകമായിട്ട് ആലോചിച്ച് വരികയാണ്. അതിനോടൊപ്പം തന്നെ 9 തീയതി വൈകിട്ട് നവതി ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുകയാണ്. അങ്കമാലി ഭദ്രാസനത്തിന്റെ വലിയ മെത്രാപ്പൊലീത്ത അഭിനന്ദ സേവേറിയോസ് തിരുമനസ്സുകൊണ്ട് ഇടവകയിലേക്ക് കടന്നു വന്ന്
നവതി ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുന്നു. അന്നേ ദിവസം വൈകിട്ട് പ്രത്യേകിച്ച് നമ്മുടെ പെരുമ്പാവൂർ MLA മനോജ് മൂർക്കടൻ അവർ, അതിനോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് ഓടക്കാലി, അതിനോടൊപ്പം തന്നെ നമ്മുടെ രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ വാർഡ് മെമ്പർമാർ എല്ലാവരും അന്നേ ദിവസം സന്നിഹിതരായിരിക്കുന്നു. പ്രത്യേകമായിട്ട് ഇടവകയിലെ മുതിർന്ന ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി 9-ാം തീയതി വൈകിട്ട് നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തോട് ഒരുമിച്ച് തന്നെ നിർവഹിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ആലോചിച്ച് വരുന്നു. 10-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാനയും വൈകിട്ട് സുവിശേഷ യോഗവും നടത്തപ്പെടുന്നു. ബഹുമാനപ്പെട്ട മുൻ വികാരിമാര്, ബഹുമാനപ്പെട്ട വൈദികര്, അതിനോടൊപ്പം തന്നെ ഈ സഭയിലെ ബഹുമാനപ്പെട്ട വൈദികർ വിശുദ്ധ കുർബാനയ്ക്കും സുവിശേഷ യോഗങ്ങൾക്കും നേതൃത്വം നൽകുന്നു. 15-ാം തീയതി പ്രധാന പെരുന്നാൾ ദിവസം നവാഭിഷിക്തനായ അഭിനന്ദ ഗബ്രിയേൽ മോർ ഗ്രിഗോറിയോസിനെ മനസ്സുകൊണ്ട് അങ്കമാലി ഭദ്രാസനം മൂവാറ്റുപുഴ മേഖലയിലെ മെത്രാപ്പൊലീത്ത അഭിനന്ദ ഗബ്രിയേൽ മോർ ഗ്രിഗോറിയോസ് തിരുമനസ്സുകൊണ്ട് ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് അനുഗ്രഹിക്കുന്നു. അന്നേ ദിവസം തന്നെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് സൺഡേ സ്കൂളിന് വേണ്ടിയിട്ട് ഒരു സ്മാർട്ട് ക്ലാസ് റൂം. അത് പിന്നെ തിരുമനസ്സുകൊണ്ട് വിശുദ്ധ കുർബാന കഴിഞ്ഞ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.